ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രോസ് റോഡ്സ് എന്ന ഫിലിം കോമ്പറ്റീഷൻ വളരെ ഭംഗിയായി ക്രമീകരിക്കുന്നതിന്, വളരെ അനുഗ്രഹീതമായി പര്യവസാനിക്കുന്നതിന് ദൈവം കരുണ ചെയ്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ സംഘാടകർ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സുബിൻ അച്ഛനെയും എല്ലാ സഖ്യം പ്രവർത്തകരെയും ഞാൻ ഓർത്ത് സന്തോഷിക്കുകയും അവരോട് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. 12 ടീമുകളെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് കൊച്ചു കാര്യമല്ല. അതിന് പിന്നിൽ നടന്നിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളെയും, വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ്ങിനെയും പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഒരു വലിയ പ്രതീക്ഷയാണ് തീർച്ചയായും ഈ ഒരു കോമ്പറ്റീഷൻ സഭയ്ക്ക് നൽകുന്നത്. പങ്കെടുത്ത 12 ടീമുകളും വ്യത്യസ്തമായ പ്രമേയങ്ങൾ കൊണ്ട് വളരെയധികം അർത്ഥവത്തായ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന ഷോർട്ട് ഫിലിം എന്ന നിലയിൽ ശ്രദ്ധയാകർഷിക്കുന്നതാണ്. അത് ദൈവം നൽകിയിട്ടുള്ള താലന്തുകൾ അത്തരത്തിൽ ദൈവനാമഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുന്നത് ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും ഭാവുകങ്ങളും നേരുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമസ്കാരം, ഞാൻ ബ്ലസ്സി. കനേഡിയൻ മർത്തോമ യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ക്രോസ് റോഡ് എന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു ജൂറിയാകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. വിദേശത്ത് ജീവിക്കുന്ന മലയാളികളായ വിവിധ ഇടവകകളിലുള്ള ഏതാണ്ട് 12ഓളം ചർച്ചസിൽ നിന്ന് വന്ന വലിയൊരു കോമ്പറ്റീഷൻ, എല്ലാം ഒന്നിനൊന്ന് വളരെ നല്ല രീതിയിൽ, മെച്ചം എന്ന് പറയുമ്പോൾ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ വിദഗ്ധമായ രീതിയിലുള്ള സ്ക്രിപ്റ്റും അഭിനയവും ഷൂട്ടിങ്ങും ഒക്കെ നന്നായ രീതിയിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. നമസ്കാരം, ഞാൻ ഡോൺ മാക്സ്. ദ കനേഡിയൻ മർത്തോമ യുവജന സംഘം സംഘടിപ്പിച്ച ദ ക്രോസ് റോഡ്സ് എന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ജഡ്ജിങ് പാനലിൽ അംഗമാകാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. ഇതിലെ ഫിലിംസ് എല്ലാം എനിക്ക് കാണാൻ സാധിച്ചു. ഒരുപാട് അപ്കമിങ് ടാലൻസ് ഇതിൽ എൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് അതിമനോഹരമായിട്ട് തന്നെ ചില ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മത്സരത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇവർക്കെല്ലാവർക്കും എൻ്റെ ഒരുപാട് അഭിനന്ദനങ്ങൾ. ആരാ? Thank you for your interest in the position. കൊള്ളാം. എന്തൊരു പൊളൈറ്റ്നസ്. ദി ആർട്ട് ഓഫ് ഡിജിറ്റൽ പാഡ് ഇൻ ദ ബാക്ക്. തോളത്ത് തട്ടി പുറത്തേക്കുള്ള വഴി കാണിക്കുന്നതിൻ്റെ തുടക്കം. While your qualifications are impressive, വാതിലടയ്ക്കാൻ മുമ്പുള്ളൊരു ഈഗോ ബൂസ്റ്റ്.
but we found someone better. Of course, ഞാൻ പോരാ എന്ന് പറയാനായിട്ടെന്നും ഓരോ കാരണമുണ്ടല്ലോ. അടുത്തൊരെണ്ണം കൂടിയായി. ഇൻബോക്സിൽ ഇപ്പോൾ ആഗ്രഹിച്ച ജോലികളുടെ റിജക്ഷൻ ലെറ്റേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ. സക്സസ്ഫുൾ ആവാനുള്ള എൻ്റെ ശ്രമങ്ങളുടെ ഒരു ഡിജിറ്റൽ സെമിത്തേരി. ഈ 27 വയസ്സുകാരൻ്റെ ഗ്രേറ്റസ്റ്റ് അക്കോംപ്ലിഷ്മെൻറ്റ്. യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റായ ഞാൻ, അത് തെളിയിക്കാൻ ഒരു സർട്ടിഫിക്കറ്റ്, കുന്നോളമായ ലോണും, 4 വർഷത്തെ ഡിഗ്രി, പിന്നെ കുറച്ച് കരിയർ അഡ്വാൻസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്സ്. ഇതെല്ലാം ഒരു ഓവർ ഡ്രാഫ്റ്റിംഗ് ഫീസ് വിശദീകരിച്ചു കൊടുക്കുന്നൊരു ജോലിക്ക് വേണ്ടി മാത്രം. എങ്ങുമെത്താത്തൊരു ജീവിതം. Enough. താഴെ അനിയൻ്റെ ഗ്രാജുവേഷൻ്റെയും പുതിയ ജോലി കിട്ടിയതിൻ്റെയും പാർട്ടി. അപ്പൻ്റെ മരണത്തിന് ശേഷം ബന്ധുക്കാരെല്ലാം ഒന്നിച്ചു കൂടുന്നൊരു ദിവസം. അങ്ങോട്ട് ചെല്ലുമ്പോൾ കേൾക്കാം ഓരോ കുത്തുവാക്കുകളും, കമ്പാരിസൺ ടോക്സും. ഞാൻ അവനെപ്പോലെ ആയില്ല, ഇവനെ പോലെ ആയില്ല, അനിയൻ നല്ല നിലയിലായി, കസിൻസ് ബിസിനസ്സിൽ സക്സസ്ഫുള്ളുമായിരുന്നു, ഈ ഞാൻ മാത്രം എങ്ങി എത്തിയിട്ടില്ല പോലും. സക്സസ്ഫുള്ളായ എൻ്റെ കുടുംബക്കാർക്ക് സ്വന്തം മക്കൾ ആരെപ്പോലെ ആവരുത് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രൈം എക്സാമ്പിൾ. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നു? നല്ലൊരു ദിവസമായിട്ട് നീ മുറിക്കാത്ത എന്തോ എടുത്തോണ്ടിരിക്കടാ? ദിനോ, അവനെ മനസ്സിലായോ? ഇവിടുത്തെ മൂത്ത പുത്രനാണ്. അവൻ്റെ അപ്പൻ്റെ വലിയൊരു പ്രതീക്ഷയായിരുന്നു കേട്ടോ. പക്ഷെ അതിനനുസരിച്ച് അവൻ ഗുണവാരത്തിന് അങ്ങോട്ട് പോയില്ല. ബിസിനസ്സാന്ന് പറഞ്ഞ് അപ്പൻ്റെ കുറച്ച് മണവും കൊണ്ട് ആദ്യം പോയി അത് മുഴുവൻ. പിന്നെ ഡിഗ്രി ഒക്കെ എടുത്തെന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി കോൾ സെൻ്ററൊക്കെ കുറച്ച് ആളെ ജോലിയൊക്കെ ചെയ്തു. പാവം അവസാന നിമിഷത്ത് പോലും ഇവനെ കൊണ്ട് ആ ജോസൂട്ടിക്ക് ഒരു പേനുണ്ടായിരുന്നു. വെറും പാഴ. ഞാനൊന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണേ. നീ വല്ലതും കഴിച്ചോ? ഇല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു ബാക്കി എടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്കണേ. അമ്മ ഒരു മിനിറ്റ്. അമ്മ, എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു. ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുക്കാനാ. അതെൻ്റെ ജോബ് ഹണ്ടിങ്ങിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പണം? അലക്സ്, കഴിഞ്ഞ മാസമല്ലേ നെറ്റ്വർക്കിംഗ് കോഴ്സിന് ഞാൻ തന്നത്? അതിന് മുമ്പ് പുസ്തകങ്ങൾക്കായി തന്നു. ഇനി എത്ര നാൾ നിനക്ക് ഞാൻ പണം തന്നുകൊണ്ടിരിക്കണം? അപ്പൻ ഉണ്ടാക്കിയതെല്ലാം നീ നശിപ്പിച്ചു കളഞ്ഞു. ഇനി ഞാൻ ഉണ്ടാക്കുന്നതോടെ കളയാനാണ് നിന്റെ പ്ലാൻ? എന്നെ ലാവുന്ന വിധം ഞാൻ നിന്നെ പഠിപ്പിച്ചു. ഞാൻ ഇതിനും പ്രതി കഷ്ടപ്പെടുന്നത് എൻ്റെ റിട്ടയർമെന്റിനുള്ള പണത്തിന് വേണ്ടിയാണ്. നീ ഇനി നിന്റെ സ്വന്തം കാലിൽ എന്നാ നിൽക്കാൻ പഠിക്കുന്നതിന്റെ അലക്സേ? അമ്മ, ഞാൻ മതി. ഇനി ഈ കാര്യം പറഞ്ഞ് എന്റെ കൺമുമ്പിൽ വന്നേക്കരുത്, ഓക്കെ? സ്വന്തം അമ്മയ്ക്ക് ഞാൻ ഒരു ഭാരമായി മാറിപ്പോ. കൂടെ ഉണ്ടാവുന്ന കരുതി അമ്മ പോലെ ഇപ്പം എൻ്റെ പരാജയം കുറവുകളും ചൂണ്ടിക്കാണിച്ചു കുറ്റപ്പെടുത്തുന്നു. സ്വന്തം കാലിൽ നിൽക്കുന്ന പോലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള എൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ജോലികൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവരെ തരാത്ത എക്സ്പീരിയൻസ് എനിക്ക് അവിടെ നിന്ന് എടുത്ത് കാണിക്കാനാ? ഒരു ഡിഗ്രി ഉണ്ട്, പീസ് ഓഫ് പേപ്പർ ഫ്രം 4 years of my life. ക്വാളിഫിക്കേഷൻ? എന്ത് ക്വാളിഫിക്കേഷൻ? എൻ്റെ ശ്രമങ്ങൾക്ക് ആരും വില തരുന്നില്ല. ഈ അപമാനം പിടിച്ച ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു വഴി കണ്ടെത്തണം. പണം, കോൾഡ് ഹാർഡ് മണി. പണം തന്നെയാണ് ശക്തിയും ബഹുമാനവും കൺട്രോളും. അത് വേണം എനിക്ക്. അതിൻ്റെ മുന്നിൽ ആർക്കും വാതിലടയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ സംരക്ഷണയിൽ ഞാൻ വാഴും. അതിലേക്കുള്ള വഴി തേടി കീഴ്പ്പെടുത്തി എനിക്ക് വേണ്ടതിനെല്ലാം അതിൻ്റെ അപ്പുറവും ഞാൻ നേടും. ലാർജ് ട്രാൻസാക്ഷൻ 3
ഇത്ര വലിയ പണക്കാരാണ്. My name is Arthur. I'm a motivational speaker and a financial counselor. My mission is simple: to help young men like you to take control their mindset, their money and their future. എൻ്റെ ഈ വീഡിയോ കാണുന്നവരോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമ്മർദ്ദം, ആശയക്കുഴപ്പം, ഭാവിയെക്കുറിച്ചുള്ള സംശയം ഇതൊക്കെ നേരിടേണ്ടി വരുന്നവരാണ്. ഇതിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാനും. പക്ഷേ ഞാൻ പഠിച്ചത് ശരിയായ ബോധം വളർത്തിയാൽ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. എനിക്ക് ഒരു കാര്യത്തിൽ പ്രോമിസ് ചെയ്യാൻ പറ്റും: യുവർ ജേർണി ടു ദ നെക്സ്റ്റ് ലെവൽ സ്റ്റാർട്ട്സ് നൗ. Hi, my name is Alex. I'm calling from Sterling Bank. Can I speak with Mr. Arthur? I'm calling to verify some recent transaction on your account. Looks like there were 3 large transactions for $10,000. We have placed hold on these transactions to verify if these are legit transactions. Are you able to confirm that if these transactions were made by you? All right. Thank you for verifying that, Mr. Arthur. The transactions will be processed soon. Actually, before ending the call, I've seen your videos online and I would like to talk to you more about it. May I contact you personally? Thank you. Thanks again. Bye. Hi, this is Alex. We were just on the phone right now. Actually, sir, ഞാനൊരു മലയാളിയാണ്. ഞാൻ സാറിൻ്റെ ക്യൂറേറ്റിംഗ് എ ഡെസ്റ്റിനി എന്നൊരു വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ടായി വിളിക്കുന്നത്. അതിൽ പറയുന്ന പോലെ ഐ എം ട്രൈങ് ടു ബിൽഡ് എ ഫ്രെയിം വർക്ക്. I'm looking for a way out. ഒരു IT ഡിഗ്രി ഉണ്ട് എനിക്ക്, പക്ഷേ ഐ എം stuck here doing ഒരു worthless job for a bank I barely respect. 27 വയസ്സായി എനിക്ക്. ഇപ്പോഴും ഞാൻ എൻ്റെ അമ്മയുടെ തണലിലാണ് ജീവിക്കുന്നത്. എനിക്ക് കിട്ടുന്ന ശമ്പളം വെറും ഇൻസൾട്ട് പോലെ തോന്നുന്നു. I want control, the freedom, the respect. ഞാനിപ്പോൾ ഒരു കസ്റ്റമർ സർവീസ് റെപ്പാണ്. ലോ ലെവൽ അക്കൗണ്ടിങ് ക്വയറീസ് എല്ലാം ഞാനാണ് മാനേജ് ചെയ്യുന്നത്. ക്ലയൻറ്റ് ഡാറ്റാബേസ് ആക്സസ് എനിക്കുണ്ട്. പിന്നെ Tier 1 ഇഷ്യൂസ് ഫോർ ഹൈ നെറ്റ്വർക്ക് ക്ലയൻറ്റ്സ് ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എനിക്ക് ശരിക്കും കാണാൻ കഴിയും. ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ എം നോട്ട് ജസ്റ്റ് സ്റ്റാർവിങ്. ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമായി ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഈ ഇടയ്ക്ക് പോലും ഞാൻ അമ്മയോട് കുറച്ച് പണം ആവശ്യപ്പെട്ടിരുന്നൊരു കോഴ്സ്, സർട്ടിഫിക്കേഷൻ കോഴ്സിന് വേണ്ടിയിട്ടായിട്ട്. അതിന് മറുപടിയായിട്ട് എൻ്റെ നേർക്ക് വാതിലടയ്ക്കുകയാണ് അമ്മ ചെയ്തത്. ആ നിമിഷം ഞാൻ തീരുമാനിച്ചു, ഇനി ആരുടെ മുന്നിൽ ഞാൻ തല താഴ്ത്തത്തില്ലെന്ന്. മോർ ദാൻ റെഡി. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. I'll make sure you'll see the value in me. I'm sure you will. And I will send you the address and you can come to my office and we will work together. All right, I'll see you then. Bye. I montagne rokoivnade mime hon reside. Alex, you are just following the meaningless validation of the society. നീ എങ്ങനെ എത്ര നാൾ ഈ സർട്ടിഫിക്കേഷൻ്റെ പിന്നാലെ പറയപ്പോ? നീ പഠിച്ചതെല്ലാം നിനക്ക് ജീവിതത്തിൽ ഉപയോഗമുണ്ട് നിനക്ക് തോന്നുന്നുണ്ടോ? അതെല്ലാം ഒരു ഒബീഡിയൻസ് ആണ്. ഇറ്റ്സ് നോട്ട് എ കൺട്രോൾ. ഈ സർട്ടിഫിക്കേഷൻസ് ഒന്നും എടുത്തില്ലെങ്കിൽ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ പോലും കിട്ടത്തില്ല. ആര് പറഞ്ഞു? ഞാൻ നിനക്കൊരു ഓഫർ തരട്ടെ. ടെൽ മീ വാട്ട് യു മേക്ക് ഓഫ് ദിസ്.
ദിസ് ഇസ് എ ടോട്ടൽ സിസ്റ്റം ബൈപാസ്. ഇത് ഇല്ലീഗലല്ലേ? ഇല്ലീഗലോ? അത് നിന്നെ അടിച്ചമർത്തിയ സിസ്റ്റം കണ്ടെത്തിയ വാക്ക്. നീ വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം അലക്സ്, എന്നാലേ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. നീ ഇത്രമാത്രം ചെയ്താൽ മതി. നീ നിൻ്റെ ഡിജിറ്റൽ നോളജ് വെച്ചിട്ട് ബാങ്കിലെ ഹൈ നെറ്റ്വർക്ക് ഹൈ വർത്ത് പീപ്പിളിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ നമ്മളൊരു ചാനലിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് നിനക്ക് അതിൻ്റെ വീക്ക് പോയിന്റ് നിനക്കറിയാം, കണ്ടുപിടിക്കാൻ നിൻ്റെ നോളജ് നിനക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. യൂസ് ഇറ്റ്, ബി എ ഡിജിറ്റൽ എഞ്ചിനീയർ. ബാങ്കിൻ്റെ നെറ്റ്വർക്ക്സ് എല്ലാം എനിക്കറിയാം. സെക്യൂരിറ്റീസ് എവിടെ തിന്നുന്നും ഫയർ വാൾ ബാക്ക് ഡോർസ് എങ്ങനെ ആക്സസ് ചെയ്യണമെന്നും എനിക്കറിയാം. എക്സാക്ട്ലി. നീ നിൻ്റെ ഈ അറിവ് ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ഐ വിൽ ടീച്ച് യു ഹൗ ടു യൂസ് ഇറ്റ് ടു കമാൻഡ് റെസ്പെക്റ്റ് ആൻഡ് മണി. വാട്ട്സ് ദി ആക്ച്വൽ പ്ലാൻ? ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നീ നിൻ്റെ ലിറ്ററസി ഉപയോഗിച്ച് അത് ജസ്റ്റ് ചാനലൈസ് ചെയ്യണം. യു വിൽ ബി യൂസിങ് മൈ ടൂൾ സോ ദാറ്റ് നോബഡി ക്യാൻ ട്രേസ് അവർ ക്യാഷ് ഫ്ലോ. ഓക്കെ, നമുക്കിത് എപ്പോൾ തുടങ്ങാൻ പറ്റും? എത്രയും പെട്ടെന്ന് തുടങ്ങാം എന്ന് ചോദിച്ചാൽ ഇന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ക്യാൻ യു ഡു എ റിസർച്ച് ഓൺ ദാറ്റ്? Okay, yeah, I can do that. Okay, let's have the deal, man. All right. എൻ്റെ കൈ അങ്ങ് വിറയ്ക്കുവാണല്ലോ. 50,000 ഒറ്റയടിക്ക് $50,000 ഒരു അക്കൗണ്ടിൽ നിന്ന് എടുത്ത് ഞാൻ പിടിക്കപ്പെടത്തില്ലേ? അവരുടെ എൻറ്റയർ സിസ്റ്റം ഇത് തടയാനായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. ഹൗ കൻ ഐ ഡു ദിസ്? You are hesitating, Alex. That's a middle class emotion. കോൺസിക്വൻസ് എന്താകുമെന്നുള്ള നിൻ്റെ ഭയം. നീ നെറ്റ്വർക്ക് ഫുൾ സ്കാനും ചെയ്തു ആൻഡ് ട്രാൻസ്ഫർ വാലിഡേഷൻ്റെ വീക്ക് പോയിൻറ്റും കണ്ടുപിടിച്ചു. ദെൻ വൈ ക്യാൻ യു പുൾ ദ മണി, മാൻ? ജസ്റ്റ് ഡു ഇറ്റ്. പക്ഷേ ഇത് 50,000 ഒരു ഒറ്റ അക്കൗണ്ടിൽ നിന്ന്. സോ വാട്ട്? നിൻ്റെ Tier 1 സെക്യൂരിറ്റി പ്രോട്ടോകോൾ നോളജ്, അതാണ് നമ്മളുടെ കീ, അലക്സ്. യു നോ വാട്ട് ദേ ലുക്ക് ഫോർ ആൻഡ് ദേ ഡോണ്ട്. ഈ $50,000 കിട്ടിക്കഴിയുമ്പോൾ നിന്നെ പരിഹസിച്ചവരുടെയും കളിയാക്കാരുടെ മുമ്പിൽ അതിനുള്ള മറുപടിയാണ്. Now don't waste the time. Just execute the script, Alex. Done. Vannu, the money, it's here, it actually worked. Of course, it worked. You are brilliant. ഇതാണ് നീ ആഗ്രഹിച്ച കൺട്രോൾ. So, what's next? Hello? Yeah, look, this is our third successful hit, and I looked into it. The venture capital one, the last one, ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തതിന് അവർ മെഡിക്കൽ ടെക്നോളജി ഒക്കെ ഫണ്ട് ചെയ്യുന്ന വരാം. അവരുടെ നമ്മൾ $150,000 ഇപ്പം മാറ്റിയത്. അപ്പോൾ ടെക്നിക്കലി നല്ല കാര്യത്തിൽ നമ്മൾ പൈസ എടുത്തേക്കും. അലക്സ്, നീ ഈ പറയുന്ന ഗുഡ് ഫേംസ്, ദേ ആർ സ്വിമ്മിങ് ഇൻ ക്യാപിറ്റൽ. ആക്ച്വലി ദേ ഹാവ് ഇൻഷുറൻസ്. അവർ ഈ പണം കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളത്തേ ഉള്ളൂ. പിന്നെ ആ 150 നിനക്ക് തോന്നുന്നുണ്ടോ അത് ക്യാൻസർ ക്യൂറേറ്റിങ്ങിനുള്ള ഫണ്ടിലേക്കാണ് പോകുന്നതെന്ന്? ഓഫ് കോഴ്സ് നോട്ട്. ഇറ്റ്സ് ഗോയിങ് ടു ബി ദി CEO ബോണസ്. I deserve this freedom. I deserve to get out of this room. Okay. I'll see you there then. Bye. Wow, looks sharp. കൊള്ളാമല്ലേ?
Of course. This is what power looks like. By the way, Arthur, What? നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റിലെ ദ സ്വിസ് ഫണ്ട് Uh-huh. അതിൽ നിങ്ങളുടെ പ്ലാനിലൊരു ഫ്ലോ ഞാൻ കണ്ടുപിടിച്ചു. What happened? The VPNC latency is too high. പക്ഷേ വർഷങ്ങളായിട്ട് ഞാൻ അതേ സോഫ്റ്റ്വെയർ തന്നെയാണല്ലോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Yeah, പക്ഷേ അവരുടെ ട്രാൻസാക്ഷൻ ലോഗിങ് പ്രോട്ടോകോൾ അത് ലാസ്റ്റ് ക്വാർട്ടർ അവർ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തപ്പം പാസ് നോട്ട്സ് കണ്ടായിരുന്നു. Alright. സോ what I did was കുറച്ച് ക്ലസ്റ്റർ ഓഫ് കോംപ്രമൈസ്ഡ് ഹോം നെറ്റ്വർക്ക്സിൽ കൂടെ നമുക്കത് റൗട്ട് ചെയ്തിട്ട് ലെറ്റിവിയുള്ള ലോ ലേറ്റൻസി സെർവർ വഴി നമുക്ക് 0 ടൈം സ്റ്റാമ്പ് കിട്ടും. Let me see it. അപ്പോൾ നീ ഇതിൻ്റെ സൊല്യൂഷനും ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചു. That means you break my network systems. Arthur, നിങ്ങൾ എനിക്കൊരു ടാർഗറ്റ് തന്നു, അതിലൊക്കെയുള്ള എളുപ്പ വഴി ഞാൻ കണ്ടുപിടിച്ചു. We're in this together. You want the bigger cut, right? I'm happy for you. നീ എന്നോടൊപ്പം വളർന്നു. Listen, sis, it's your next round. We have a breaking news here tonight. Financial guru and motivational speaker Arthur Hayes, whose lavish lifestyle and controversial success seminars garnered millions of followers, has been indicted this afternoon on multiple counts of fraud. Police say the charges stem from a sophisticated multi-million-dollar scheme which targets high-net-worth clients globally. Authorities confirm Hayes was operating a long-running, extensive cybercrime network. Sources close to the investigation indicate that the law enforcement is currently executing raids and is actively seeking any and all unnamed associates and affiliates involved in the scheme. And a safe bet? He was supposed to be a genius who knew how to cheat the system without getting caught. അത് ഞാനല്ലേ? I should have been untraceable like he promised I would be. ഞാൻ ഡിലീറ്റ് ചെയ്ത ലോഗ്സ് ആ ലറ്റീവിയ സെർവർ അത് ശരിക്കും ക്ലീൻ ആയിരുന്നു. ആർത്തർ ഇപ്പം പോലീസ് കസ്റ്റഡിയില്ല. അപ്പോൾ they have his drives, his communications, his list of tools. They have me. I have to move. They're coming for me.
ആരാ? Can I help you? Who are you? You are in a safe place. I'm Reverend Joseph Kurian. This is my church. I was just looking up. Who are you, son? Why are you here? Are you hurt? എനിക്ക് രക്ഷപ്പെടാനൊരു നീ വെള്ളം കുടിക്കും. എനിക്കിനി എന്ത് ചെയ്യണമെന്നറിയില്ല ഫാദർ. എൻ്റെ എല്ലാം നഷ്ടമായി. എനിക്കിനി ഒരു തിരിച്ചു വരവില്ല. മോനെ, തിരിച്ചു വരാനാവാത്ത വിധം ആരും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടില്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ തെറ്റുകൾ പൊറുക്കാൻ പറ്റുമോ ദൈവത്തിന്? ദൈവം എല്ലാം ക്ഷമിക്കും മകനെ. നീ പറയുന്നതെല്ലാം കേട്ടിട്ട് എനിക്ക് ജെയിംസിനെയാണ് ഓർമ്മ വരുന്നത്. ആരാ ഫാദർ ജെയിംസ്? നീ ഇങ്ങനെ ഓടി വരുമ്പോൾ നീ ശ്രദ്ധിച്ചു കാണുമോ എന്നറിയില്ല. ആ പള്ളിയോട് ചേർന്നുള്ള വൃദ്ധസദനം, സ്കൂള്, ഇതൊക്കെ ഇവിടെ വരാൻ കാരണം ഈ പറഞ്ഞ ജെയിംസ് ആണ്. ഈ ജെയിംസും ഞാനുമായിട്ട് എന്ത് ബന്ധം? നല്ല ചോദ്യമാണ്. ഏതാണ്ട് 14 വർഷങ്ങൾക്ക് മുമ്പ് നീ വന്നതുപോലെ ഓടിക്കയറി വന്ന് എന്നോട് പറഞ്ഞവനാണ് എൻ്റെ ജീവിതം നശിച്ചു, എനിക്കിനി ഒന്നും സാധ്യമല്ല എന്ന്. പക്ഷേ അവൻ ദൈവത്തെ തിരിച്ചറിഞ്ഞു, ദൈവസ്നേഹം തിരിച്ചറിഞ്ഞു. 4-5 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. എങ്കിലും അവൻ്റെ തുടർന്നുള്ള ജീവിതം അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. ദൈവസ്നേഹം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പ്രാപ്തരാകും മോനെ. ദൈവം നമ്മുടെ കുറവുകളൊക്കെ ക്ഷമിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കും മകനെ. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു 2 ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പണം മാത്രമല്ല, ബിസിനസ്സിൻ്റെ കസ്റ്റമർ ഡേറ്റാബേസും റെപ്യൂട്ടേഷനും ട്രസ്റ്റും എല്ലാം പ്രൊട്ടക്റ്റ് ആവും. നീ കാണിച്ചൊക്കെ എനിക്ക് അധികം മനസ്സിലായില്ലെങ്കിലും ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ഞങ്ങൾ ഈ 30 വർഷമായിട്ടുണ്ടാക്കിയ ഓരോ ബിസിനസ് ഈ സൈബർ സെക്യൂരിറ്റിയും ടെക്നോളജിയും കാരണം പെട്ടെന്ന് ഇല്ലാതാവുമെന്ന് പറയുമ്പം പിന്നെ ജോസഫ് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പേടിച്ചു പോയി. ഞാൻ ബിലീവ് മീ, അങ്ങനത്തെ ആൾക്കാർ അവരുപയോഗിക്കുന്ന ടെക്നിക്സ് അതെല്ലാം എനിക്ക് അറിയാം. Hey, Alex, by the way, good news. The prosecutor confirmed your final agreement. Thanks to your cooperation, all they want is probation and community service. By the way, the illegitimate money that you had given up actually worked in your favor. Don't worry about compensation. They just need your signatures by Monday. Understood. It's time to close that chapter. That sounds like a long journey, Alex. Anyway, ദൈവം സഹായിക്കട്ടെ.
എൻ്റെ പാസ്വേഡൊക്കെ നീ സേഫ് ആക്കാൻ നീ സഹായിച്ചുകൊണ്ട് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. ഓക്കെ. സോ ഐ വിൽ മീറ്റ് യു ലേറ്റർ. ഓക്കെ. താങ്ക് യു. What's wrong? Listen, that was the Federal Bureau who called, not the prosecutor's office. They pushed through your final agreement because you helped them on the last 3. That technical support that you had given them was essential. Alex, they see the value in the unique skill set that you have. As a part of your probation, they want to take you on the team. You're going to be working directly under the supervisor. Listen, if all goes well, they plan to offer you a full-time position. They want me? The criminal? No, Alex, they want you, the engineer, the one who had exposed all of their vulnerabilities. They're calling it rehabilitation through contribution. Here's your next assignment. It's super time sensitive and it's due by Monday. Alex, the pursuit of value isn't what you take, it's what you build and what you're willing to protect. You have the opportunity to protect it all. Tell me, what are you gonna do?